ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നീഡി ഗേൾ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് റിംഗ് നോട്ടും ഫിഷ് ബോൺ സ്റ്റിച്ചും വെച്ച് ചെയ്യുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് പേൾ വേണം, പിന്നെ 2 കളർ ആങ്കർ ത്രെഡ് വേണം, ബ്ലൂവും യെല്ലോയും. അതിപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ മെറ്റീരിയൽ ആയതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഏത് മെറ്റീരിയലാണ് അതിനനുസരിച്ച് അതിൻ്റെ കോൺട്രാസ്റ്റ് കളർ എടുത്താൽ മതി കേട്ടോ. പിന്നെ സാധാരണ സ്റ്റിച്ചിങ് ത്രെഡും വേണം. അത് നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വേണ്ടത്. പിന്നെ നീഡിൽ നമ്പർ 16 പിന്നെ ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടി നീഡിൽ നമ്പർ 9 വേണം. ഈ ഒരു ഡിസൈനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇത് നിങ്ങൾ പേപ്പറിൽ അങ്ങനെ വരച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് മെറ്റീരിയലിലേക്ക് വരച്ചാലും മതി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ, കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. അപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ എത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് ലീഫൊക്കെ സ്റ്റിച്ച് ചെയ്യാം. ലീഫ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ 6 strands ആയിട്ടാണ് നൂലെടുത്തേക്കുന്നത്. യെല്ലോ കളർ ത്രെഡാണ് എടുത്തേക്കുന്നത്. നമ്മൾ ആ ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് നീഡിലെടുത്തിട്ട് കുറച്ച് താഴത്തേക്കാക്കിയിട്ട് നീഡിൽ താഴ്ത്തണം. അപ്പം നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ കിട്ടി കഴിഞ്ഞ് അതിൻ്റെ ആ ലൈൻ്റെ ഓരോ സൈഡിൽ നിന്നും ജസ്റ്റ് നീഡിലെടുത്തിട്ട് വീണ്ടും താഴത്തേക്ക് താഴ്ത്തുക. ഓൾട്ടർനേറ്റ് ആയിട്ട് വേണം. ഒരു സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് അടുത്ത സൈഡിൽ നിന്ന് വേണം നീഡിലെടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും ഗ്യാപ്പില്ലാതെ വേണം നമ്മളിങ്ങനെ ചെയ്യാൻ വേണ്ടി. നമ്മൾ അത്രയും ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ നമുക്ക്. ഇതിലെ എല്ലാ ലീഫും ഞാൻ ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഫ്ലവർ ചെയ്യാം. ഫ്ലവർ ചെയ്യാൻ വേണ്ടി ആ റൗണ്ട് കൊടുത്തെടുത്തൊക്കെ ഓരോ ബീഡ്സ് വീതം ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അല്ല ആദ്യം പെറ്റൽ ചെയ്തിട്ട് അതിന് നടുക്കായിട്ട് ബീഡ് വെക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ സാധാരണ സ്റ്റിച്ചിങ് ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് അടുത്ത പെറ്റൽ ചെയ്യാം. പെറ്റൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ബീഡിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നീഡിൽ എടുത്തിട്ട് ഒരു 2 times ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. 2 loops എടുത്തിട്ട് വീണ്ടും നമ്മൾ അത് വലിക്കുന്ന സമയത്ത് ഒന്ന് വെല്ലുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എത്ര വലിപ്പമാണ് പെറ്റൽ വേണ്ട ആ ഒരു വലിപ്പം കിട്ടുന്ന രീതി വേണം പിടിച്ചിട്ട് വേണം നമ്മൾ ത്രെഡ് വലിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ത്രെഡ് താഴ്ത്തുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിന് തൊട്ടടുത്തായിട്ട് വേണം നീഡിൽ താഴ്ത്തുകയും ചെയ്യാനായിട്ട്. പിന്നെ അടുത്ത പെറ്റൽ എടുക്കുമ്പോൾ തൊട്ടടുത്തായിട്ട് തന്നെ എടുക്കാനും ശ്രമിക്കണം. പിന്നെ ഞാൻ 12 strands ആയിട്ടാണ് നൂലെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് 6 strands ആയിട്ടാണ് ത്രെഡ് എടുക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യാം. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ നീഡിൽ നമ്പർ 16 ആണ് ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. 2 loops ആണ് വെച്ച് എടുത്തേക്കുന്നത്.
ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത ഡിസൈൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.